എൻ്റെ പേര് രാധിക എന്നാണ്. എനിക്ക് SLE രോഗമാണ്. എൻ്റെ എല്ല് മുഴുവൻ വേദനയാണ്. എനിക്ക് വേദനിച്ചിട്ടിരിക്കാൻ വയ്യ. കിഡ്നിക്കും ബാധിച്ചിട്ടുണ്ട്. എനിക്ക് മരുന്ന് വാങ്ങിക്കാനോ വീട്ടു ചിലവിനോ വാടകയ്ക്ക് കൊടുക്കാനോ ഒക്കെ കൂടി ആയിട്ട് 10,000-ത്തിനടുത്ത് വരുന്നുണ്ട് എനിക്ക്. എനിക്ക് എൻ്റെ വയസ്സായ അമ്മയാണുള്ളത്. അമ്മയ്ക്ക് വയ്യ. ഞങ്ങളെങ്ങനെ ജീവിക്കും? ഇത് കാണുന്നവർ ഞങ്ങളെ മകളെ പോലെ കരുതി, സഹോദരിയെ പോലെ കരുതിയിട്ടൊന്ന് ഞങ്ങൾക്ക് സഹായം ചെയ്യണേ. ഇതെൻ്റെ മോളാണ്. എൻ്റെ മോൾക്ക് തീരെ വയ്യ. SLE എന്ന് പറയുന്ന ഒരു രോഗമാണ്. ആരും സഹായിക്കാനില്ല. എല്ലാവരുടെയും സഹായത്തിലും ഇത്തിരി സ്വർണ്ണം ഉണ്ടായിരുന്നതൊക്കെ വിറ്റിട്ടുമൊക്കെ ഞങ്ങൾ ഇതുവരെ എത്തിച്ചു. ഇനി മേലെ എത്തിക്കാനും ഒരു വഴിയില്ല. ഞങ്ങൾക്ക് ആരും സഹായിക്കാനില്ല. അമ്മയും മകളും തന്നെയുള്ളൂ. ആരുമില്ല. ഞങ്ങൾ എല്ലാവരും സഹായിക്കണം, അല്ലാതെ ആരുമില്ല. ഈ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിച്ചിരിക്കണം എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തന്ന് ഞങ്ങളൊക്കെ ഇരിക്കാൻ ഒരു വീട് ഒന്നുമില്ല. പാവങ്ങളാണ് ഞങ്ങൾ. ആരും ഇല്ലാത്തവരാണ്. ഞങ്ങളുടെ ജീവിതം മുമ്പാക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സഹകരിക്കണം. കരയണ്ട. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ താമസിക്കുന്ന കുഞ്ഞുലക്ഷ്മി ചേച്ചിയും അതേപോലെ അവരുടെ മോള് രാധിക. 45 വയസ്സാണ് ഈ ചേച്ചിക്ക് പ്രായമായിട്ടുള്ളത്. ഇവർക്കിപ്പോൾ SLE എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത് നേരെ ഇപ്പോൾ വൃക്കയെ ബാധിച്ച് അതേപോലെ ശരീരത്തിലെ ഓരോ എല്ലുകളെയും അതേപോലെ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഏകദേശം ഇപ്പോൾ 1 വർഷക്കാലമായിട്ട് ഇവർ ഇവിടെ ചെറുകരയിൽ തന്നെ ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ചെറുകര എന്ന് പറയുന്ന ഈ നാട്ടിലെ കൂട്ടായ്മയും അതേപോലെ ഈ നാട്ടിലുള്ള നല്ലവരായ ജനങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഇതുവരെ മരുന്നാണെങ്കിലും ഒരു നേരത്തെ ആഹാരമാണെന്നുണ്ടെങ്കിലും ഈ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഈ നാട്ടിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പാലം PK ദാസിലും അതേപോലെ തന്നെ വള്ളുവനാട് ഹോസ്പിറ്റലിലാണ്. ഒരു മാസം മരുന്നിന് മാത്രം 5,000 രൂപയാണ് ഡോക്ടേഴ്സൊക്കെ എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രായമായ അമ്മയ്ക്കും തീരെ സുഖമില്ല. അതേപോലെ തന്നെ ഈ മോളുടെ ഓരോ ആവശ്യങ്ങൾക്ക് ഈ നാട്ടിലുള്ള എല്ലാവരും സഹായിച്ചിട്ടാണ്. വണ്ടിയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ പോകാനാണെന്നുണ്ടെങ്കിലും വാടക കൊടുക്കാൻ പോലും ഒരു മാർഗ്ഗം ഇല്ലാണ്ട്, ഒരു നിവൃത്തിയും ഇല്ലാണ്ടാണ് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുമായിട്ട് ഇവരുടെ 6-ാം വാർഡിൻ്റെ മെമ്പറും ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഇവരെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവും അതേപോലെ ഉള്ളതൊക്കെ വിറ്റിട്ടാണ് ഈ 1 വർഷക്കാലം ഇവർ നോക്കിയതൊക്കെ. എനിക്ക് എൻ്റെ നാടും കൂടിയാണ്, വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്ന ഒരു കുടുംബം കൂടിയാണ്. ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ, നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ നിങ്ങളുടെയൊക്കെ ഒരു കുടുംബം പോലെ കണ്ടുകൊണ്ട്, നിങ്ങളുടെയൊക്കെ ഒരു അമ്മേനെ പോലെ ഒരു പെങ്ങളെ പോലെ ഒക്കെ കരുതിക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് 1 രൂപയാണെങ്കിലും ഒരു ഷെയർ ആണെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് എല്ലാവരോടും പഴയന്നൂരത്തെ നല്ലവരായ ക്ലബ്ബുകൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാണ്ട് ഇവർക്ക് നമ്മളൊക്കെ അല്ലാണ്ട് ഒരാളും ഇല്ല. അത് കാരണം കൊണ്ട് നിങ്ങളൊക്കെ കാല് പിടിച്ച് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുകയാണ്. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇതിൽ രാധികേച്ചിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അവരുടെ ഗൂഗിൾ പേയും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്വയംപ്രഭ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പറാണ്. ഞങ്ങളുടെ വാർഡിലാണ് രാധികയും രാധികയുടെ അമ്മയും വാടകയ്ക്ക് താമസിക്കുന്നത്. അവർക്ക് കുറേ നാളുകളായി ആ കുട്ടിക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്. ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കഴിയുന്ന സഹായം ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. ഹലോ, നമസ്കാരമുണ്ട് എല്ലാവർക്കും. ഈ പറഞ്ഞ മാതിരി കുഞ്ഞുലക്ഷ്മി ചേച്ചിയും മകളുടെയും കാര്യങ്ങളും സജീവ് പറഞ്ഞല്ലോ. വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സഹായവും നാട്ടുകാരുടെ സഹായം കൊണ്ട് ഇത്രയും കഴിഞ്ഞു. തീരെ വയ്യ അവർക്ക്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം, നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും. 1 മാസം 5,000 രൂപ മരുന്നിന് തന്നെ വരും. ഇരിക്കാൻ അവർക്കൊരു വീടുമില്ല. എല്ലാവരും കൊണ്ടും സഹായിച്ചാൽ എല്ലാം നടക്കും. ഈ കുടുംബത്തെ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഞങ്ങളുടെ അയൽവാസിയാണ്, ഞങ്ങളുടെ അയൽപ്പക്കത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ ജീവിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്.
ഈ കുട്ടിക്കും സുഖമില്ല, അതുപോലെ അമ്മയ്ക്കും സുഖമില്ല. അപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന കുടുംബമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവരെ പരമാവധി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ ചെറുപ്പം മുതലേ അറിയുന്നൊരു ചേച്ചിയാണ് കുഞ്ഞുലക്ഷ്മി ചേച്ചി. ഒപ്പം തന്നെ മോളെയും ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളിലൊക്കെ സ്വയം അധ്വാനിച്ച് 2 കുട്ടികളെയൊക്കെ നന്നായി പുലർത്തിയിട്ടുള്ളൊരു കുട്ടിയാണ്. ഒരാളാണ്, അമ്മയാണ് അവർ. പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം വളരെ മോശാവസ്ഥയാണ്. നാട്ടുകാരുടെയും മറ്റാളുകളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇപ്പോൾ അവർ ജീവിച്ചു പോകുന്നത്. പിന്നെ ഈ ആശുപത്രി കേസുകൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവർക്ക്. അതിൻ്റെ കിഡ്നിക്കൊക്കെ ബാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിവുന്നതിൻ്റെ പരമാവധി അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുള്ള സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് നല്ലൊരു ജീവിതാവസ്ഥയിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. വേറൊന്നും പറയാനില്ല. ഷജീർ പറഞ്ഞ പോലെ എല്ലാവരും നന്നായി സഹായിക്കുക. ഞാൻ എൻ്റെ ഓട്ടോയിലാണ് ഇവരെ ചികിത്സയ്ക്കായി ഒറ്റപ്പാലം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറ്. ഇവർക്ക് ഇനി മരുന്നുകൾ ഒരിക്കലും നിർത്താൻ പറ്റില്ല. ആ കുട്ടിക്ക് അമ്മയ്ക്കും ചികിത്സാ സഹായങ്ങളിടയ്ക്ക് പഴയന്നൂർ ആശുപത്രിയിൽ പോയിട്ട് ചെയ്യാറുണ്ട്. ഇവർക്ക് മരുന്നിൻ്റെയും ചികിത്സയ്ക്കും പലരിൽ നിന്നും കടം മേടിച്ചിട്ടൊക്കെയാണ് എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാറ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. സ്വന്തമായി വീടോ കടപ്പാടോ ഒന്നുമില്ല. എല്ലാവരും അറിഞ്ഞ് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കും.